ഹലോ ഗായ്സ്, നമസ്കാരം. ഒട്ടും നിലച്ചിരിക്കാതെ ഒത്തുവന്ന ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. യാത്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കേ സംസ്ഥാനമായ ബ്രഹ്മപുത്ര നദിയുടെ മാന്ത്രികത ഒഴുകിപ്പരക്കുന്ന പച്ച പരവതാനി വിരിച്ച പോലെ ചായത്തോട്ടങ്ങളുള്ള ലോകത്തിലെ തന്നെ എവിടെയും കാണാത്തത്ര ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന നമ്മുടെ സ്വന്തം ആസാമിലേക്കാണ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും ദൈർഘ്യം സഞ്ചരിക്കുന്ന ട്രെയിനുകളിലൊന്നായ വിവേക് എക്സ്പ്രസിലാണ് ഞാൻ ആസാമിലേക്ക് യാത്ര ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും എന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏഷ്യയിലെ തന്നെ ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനുകളിലൊന്നായ വിവേക് എക്സ്പ്രസിലാണ് ഞാൻ ആസാമിലേക്ക് പോകുന്നത്. ഇത് കന്യാകുമാരിയിൽ നിന്നും ഡിബ്രുഗഡിലേക്ക്, ആസാമിലെ ഡിബ്രുഗഡിലേക്ക് എത്തുന്ന സമയത്ത് ഏകദേശം 4154 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുണ്ട് ഈ ട്രെയിൻ. ഞാൻ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ട്രെയിനിലേക്ക് കയറിയത്. ഏകദേശം 1 മണിക്കാണ് തൃശ്ശൂരേക്ക് ഈ ട്രെയിൻ എത്തിച്ചേരുന്നത്. വളരെ മോശം സൗകര്യങ്ങൾ കൊണ്ട് കുപ്രസിദ്ധി നേടിയ ഒരു ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. നിങ്ങൾക്കത് ഇൻസ്റ്റാഗ്രാമിലും മറ്റും സെർച്ച് ചെയ്താൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ദിവസത്തിൽ കൂടുതലുള്ള ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 3 ദിവസം ഈ ട്രെയിനിൽ ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടുന്നുള്ള ഒരു വിഷമൊക്കെ എനിക്ക് ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് തന്നെ ഉണ്ട്. എസ്പെഷ്യലി ട്രെയിനിലെ ഫുഡ്, വാഷ്റൂമിൽ പോകല്, അതൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുക. ലോങ് യാത്രക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നീതു എനിക്കൊരു കാര്യം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാ, ഈ സാധനം, ടോയ്ലറ്റ് സീറ്റ് കവർ. വിവേക് എക്സ്പ്രസ് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബീഹാർ, പശ്ചിമ ബംഗാൾ, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചാണ് അവസാനം ആസാമിലേക്ക് എത്തിച്ചേരുന്നത്. വെളുപ്പിന് 1 മണിക്ക് കയറിയില്ല ട്രെയിനിലേക്ക്. അപ്പോൾ തന്നെ ഒരു നല്ലൊരു ഉറക്കം പാസാക്കി. എഴുന്നേറ്റപ്പോൾ 12 മണിയായി. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആവശ്യം വന്നില്ല. ലഞ്ചിൽ തുടങ്ങാമെന്ന് കരുതി. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ തമിഴ്നാട് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ സുന്ദരമായ ഉൾഗ്രാമങ്ങളിൽ കൂടിയാണ്. ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾ, ചോളവും മുളകൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിൻ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഫ്രൂട്ട് സ്റ്റാൾസ് ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ രാത്രിത്തേക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആസാമിലേക്ക് AC 3 ടയറിൽ തന്നെ നമുക്ക് ടിക്കറ്റ് കൺഫേം ആയിരുന്നു. തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് ഇനിയും കൺഫേം ആയിട്ടില്ല. 1 or 2 ട്രെയിൻ മാറി കയറിയിട്ട് വേണ്ടി വരും നമ്മൾ നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് കൃഷ്ണ നദി. കൃഷ്ണവേണി എന്നും അറിയപ്പെടുന്നുണ്ട് ഈ നദിയെ. ഈ നദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിനടുത്ത് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങൾ കൂടി ഒഴുകി അവസാനം ബംഗാൾ ഉൾക്കടലിൽ ചെന്നു ചേരുന്നു. ഇന്ത്യയിലെ നീളം കൂടിയ നദികളിൽ ഒന്നുകൂടിയാണ് കൃഷ്ണ നദി. ഈ നദി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിലെ ഭാരതപ്പുഴയാണ്. ഏകദേശം ഇതുപോലൊക്കെ തന്നെയല്ലേ ഭാരതപ്പുഴ കാണാനും. ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ഈ യാത്രയിൽ എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകനും എൻ്റെ സുഹൃത്തുമായ മേഘനാഥ് കൂടിയുണ്ട്. മേഘനാഥിൻ്റെ വീട് കാഞ്ഞങ്ങാടാണ്. ട്രെയിൻ പിന്നെയും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ബീഹാർ, ഒറീസ മുതലായ ഒരുപാട് സംസ്ഥാനങ്ങളിൽ കടന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കുറേ സമയം ഫോൺ നോക്കും, പിന്നീട് ബോറടിക്കുമ്പം പുറത്തെ കാഴ്ചകളൊക്കെ നോക്കും, പിന്നീട് കുറച്ച് സമയം കിടക്കും. അങ്ങനെ ആകെ ഒരു കൂട്ടിലിട്ടൊരു പ്രതീതി തന്നെയാണ് ഈ ഒരു യാത്ര. ഇപ്പോൾ നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്ക് എത്തിയിരിക്കുകയാണ്. വെസ്റ്റ് ബംഗാൾ വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെസ്റ്റ് ബംഗാളിലെ വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ അധികം വികസനങ്ങളൊന്നും ഇവിടെയൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ടൗണിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ നല്ല ഭക്ഷണം കഴിച്ചിട്ടും നന്നായിട്ടൊന്ന് തേച്ചരച്ച് കുളിച്ചിട്ടും ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു. അങ്ങനെ ആസാമിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് ട്രെയിൻ. ഗുവാഹത്തി കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഇറങ്ങേണ്ട ഹൊജായിയാണ്. ഹൊജായിലാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇത് ഒരു ടൂറ് ആയിട്ട് വന്നതല്ല, തികച്ചും ഒരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. അവിടെ പോയി പെട്ടെന്ന് കാര്യം തീർക്കണം, പെട്ടെന്ന് തിരിച്ചു പോകണം. അപ്പോൾ ഹൊജായിലാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ അവിടത്തേക്ക് ഇപ്പോൾ എത്താറായി. അടുത്ത സ്റ്റോപ്പ് ഹൊജായിയാണ്. അങ്ങനെ ആസാമിലെ ഹൊജായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും ദിവസം ഞാൻ യാത്ര ചെയ്ത ട്രെയിൻ നമ്മളിവിടെ തനിച്ചാക്കി അതിൻ്റെ ലക്ഷ്യസ്ഥാനമായ ഡിബ്രുഗഡിലേക്ക് അത് പോയി. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ വന്ന കാര്യം തീർത്തിട്ട് അടുത്ത വണ്ടിക്ക് തിരിച്ചു പോകണം.
ഹൊജായി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഹൊജായി ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ഓട്ടോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൊജായിൽ നിന്ന് നമുക്ക് ശരിക്കും പോകേണ്ടത് നക്കുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടത്തേക്ക് നമുക്ക് ബസ് സൗകര്യം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് ഈ ഓട്ടോ ചേട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൊജായി ടൗൺ ആണ് ഈ കാണുന്നത്. ഹൊജായി ടൗൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആസാമിലെ വലിയൊരു ഡിസ്ട്രിക്ട് തന്നെയാണ് ഹൊജായി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ടൗൺ പോലെ അത്ര വികസനമൊന്നും ഇവിടെ കാണുന്നില്ല. അറിയില്ല ഇനി ഇതിന് പുറമേ ഇനി കുറച്ചും കൂടി വലിയ ടൗണുകളൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടുത്തെ ഓട്ടോറിക്ഷകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ചെറിയ MIT പോലത്തെ ഇതിൽ ബോഡി ഫിറ്റ് ആക്കിയിട്ടുള്ള ഓട്ടോറിക്ഷകളാണ് ഇവിടെ അധികവും കാണാൻ സാധിക്കുന്നത്. ഹൊജായി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മളിതാ ഇവിടെ ഇറക്കി വിട്ടിട്ട് ആ ചേട്ടൻ പറഞ്ഞ് ഇവിടുന്ന് വേറൊരു ഓട്ടോയ്ക്ക് കയറിയിട്ട് ലങ്കയിലേക്ക് പോകണം. അവിടുന്ന് മാത്രമേ നിങ്ങൾക്ക് നക്കുത്തിയിലേക്കുള്ള ബസ് കിട്ടൂ എന്നാണ് പറയുന്നത്. ലങ്ക, നല്ല പേര്. നമ്മുടെ ശ്രീലങ്കയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ആസാമിലെ ലങ്കയ്ക്ക് എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ലങ്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലങ്കയിൽ നിന്നാണ് നമുക്ക് പോകാനുള്ള നക്കുത്തിയിലേക്കുള്ള ബസ് കിട്ടുക. ഞാനിവിടെ വന്നത് മുതൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ആകാശം പോലെയല്ല ഇവിടുത്തെ ആകാശം. കുറച്ചും കൂടി കളർഫുള്ളാണ് ഇവിടുത്തെ ആകാശം. അത് എനിക്ക് തോന്നിയതാണെന്നൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള മേഘനാഥനോട് ചോദിച്ചാൽ അവരും പറഞ്ഞു ഇവിടുത്തെ ആകാശത്തിന് നല്ലൊരു പ്രത്യേകതയുണ്ട്. കുറച്ചുകൂടി നല്ല സാച്ചുറേഷൻ കൂടുതലായ പോലെ നല്ല കളർഫുള്ളായിട്ട് തോന്നുന്നു നമുക്ക്. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാനുള്ളത്. നകുതിയിലത്തെ ഒരു സർക്കാർ ഓഫീസാണ്. ഇവിടെ വന്നിട്ട് ഒരു കാര്യം ചെയ്യാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത്ര സൗകര്യമുള്ള സർക്കാർ ഓഫീസൊന്നും അല്ല ഇത്. അങ്ങനെ ഒരു ദിവസം ആസാമിൽ തങ്ങി. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ആസാമിലത്തെ. അപ്പോൾ ആസാമിലത്തെ സൂര്യോദയത്തിനും ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ആസാമിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ കുറച്ച് നേരത്തെയാണ് സൂര്യോദയം. നമ്മുടെ നാട്ടിൽ ഒരു 5:45 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഇവിടെ ഒരു 4 മണി 4:15 ആകുമ്പോഴേക്ക് തന്നെ സൂര്യൻ ഉദിച്ച് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് നല്ല വെളിച്ചം വരും. ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് 6 മണിക്ക് അലാം വെച്ച് കിടന്നതായിരുന്നു. സൂര്യപ്രകാശം ജനൽ വഴി മുഖത്ത് നന്നായിട്ട് അടിക്കുന്ന കണ്ടിട്ട് ഞാൻ കരുതി ഏകദേശം 8 മണി 9 മണിയൊക്കെ ആയി കാണും. അലാം എന്താ അടിക്കാഞ്ഞതെന്ന് നോക്കിയിട്ട് ഫോൺ നോക്കുന്ന സമയത്ത് 5 മണി ആയതേ ഉള്ളൂ. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ നാട്ടിൽ താലൂക്ക് ഓഫീസില്ലേ, താലൂക്ക് ഓഫീസിനെ ഇവിടെ സർക്കിൾ ഓഫീസ് എന്നാ പറയുക. ഇവിടെ വില്ലേജ് ഓഫീസ് ഇല്ല. ഈ നമ്മുടെ നികുതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടക്കുന്നത് ഈ സർക്കിൾ ഓഫീസിലാണ്. ഈ സർക്കിൾ ഓഫീസിൽ പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അത് ചെയ്തിട്ട് വേണം തിരിച്ച് നാട്ടിലോട്ടേക്ക് പോകാനുള്ള ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെ നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ റെഡി ആയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേഗം കാര്യങ്ങളൊക്കെ തീർത്തിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാമെന്നൊക്കെ കരുതിയതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഇവിടെ പ്രധാനമായിട്ട് കാണാനുള്ളത് കാസിരംഗ നാഷണൽ പാർക്ക്, മാ കാമാഖ്യ ടെമ്പിൾ, പിന്നെ അത്യാവശ്യം പ്രകൃതി ഭംഗി ഒരുപാടുള്ള സ്ഥലങ്ങൾ ഇവിടെയുണ്ട് ആസാമിൽ. ഈ ടൗൺ ഇങ്ങനെ ആയതുകൊണ്ട് നോക്കണ്ട, ഒരുപാട് വാട്ടർഫോൾസ്, കാടുകൾ, പിന്നെ തേയിലത്തോട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ ഇവിടെ ആസാമിൽ കാണാനുണ്ട്. ഈ ചേട്ടൻ പ്രാവുകൾക്ക് ഗോതമ്പ് കൊടുക്കുന്ന കണ്ട നേരം എനിക്കൊരാഗ്രഹം, എനിക്കും കൊടുക്കണമെന്ന്. അങ്ങനെ ഞാനും കുറച്ച് ഗോതമ്പൊക്കെ എടുത്ത് പ്രാവുകൾക്കൊക്കെ ഇട്ടുകൊടുത്തു. അങ്ങനെ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ തീർത്ത് തിരിച്ച് നാട്ടിലോട്ടേക്ക് പോകാനുള്ള തത്രപ്പാടിലാണ്. പ്രധാന വിഷയം എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് ഡയറക്റ്റ് ട്രെയിൻ റിസർവേഷൻ കൺഫേം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഹൊജായിൽ നിന്ന് സത്രഗച്ചിയിലേക്ക് പോകാനുണ്ട്. സത്രഗച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകണം. ചെന്നൈയിൽ നിന്നാണ് നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് ട്രെയിൻ റെഡി ആയിട്ടുള്ളത്. അങ്ങനെ 3 ട്രെയിനൊക്കെ മാറി കയറിയിട്ട് വേണം തിരിച്ച് നാട്ടിലോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്.
നമ്മളെ ചേട്ടന്റെ പാട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഏത് ഭാഷയിലുള്ള പാട്ടാണെന്ന് അറിയില്ല, എങ്കിലും നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ട്രെയിനിൽ കാവ്യ കൊടുത്തിട്ടും വെള്ളി കൊടുത്തിട്ടും കുറേ ആൾക്കാരെ കാണാൻ സാധിക്കുന്നില്ലേ? അത് ഇവിടുത്തെ പ്രധാന അമ്പലമായ കാമാഖ്യ ദേവി ക്ഷേത്രത്തിന്റെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അംബുവാസി എന്ന് പറഞ്ഞൊരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ ഈ കുംഭമേളയൊക്കെ നടക്കുന്നത് പോലുള്ള ഉത്സവമാണ് ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പ്രസാദം നമുക്ക് ഈ സ്വാമി ഓഫർ ചെയ്തു. അപ്പോൾ നല്ല രസമുണ്ട് കഴിക്കാൻ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴിച്ചു ഞാൻ. ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന പരിപാടിയാണെന്നാണ് ഈ സ്വാമി നമ്മോട് പറഞ്ഞത്. അപ്പോൾ അവിടെ വരുന്ന എല്ലാവർക്കും ഇതുപോലെ പ്രസാദം കിട്ടും. ആ പ്രസാദമാണ് സ്വാമി രാത്രിത്തേക്കും കൂടി കഴിക്കാൻ വേണ്ടി കരുതി വെച്ചതാണ്. അത് നമുക്കും കൂടി തന്നു സ്വാമി. അങ്ങനെ നമ്മൾ സത്രകച്ചി എത്താറായി. സത്രകച്ചിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഹൗറയിലേക്ക് പോകാറുണ്ട്. അത് തൊട്ടടുത്ത് തന്നെയാണ്. സത്രകച്ചി ടു ഹൗറ ഷട്ടിൽ സർവീസ് ഇഷ്ടം പോലെയുണ്ട് ട്രെയിൻ. അപ്പോൾ അതിൽ കയറി ഹൗറയിൽ പോയിട്ട് ഹൗറയിൽ നിന്നാണ് നമുക്ക് ചെന്നൈയിലേക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട്, അങ്ങനെ 3 വണ്ടിയൊക്കെ കയറിയിട്ട് വേണം നമുക്ക് നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നാട്ടിൽ നിന്നും യാത്ര പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഇത് 6ാമത്തെ ദിവസമാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ നമ്മൾ സത്രകച്ചിയിലെത്തും. അവിടുന്ന് ചെന്നൈയിലേക്ക് 2 ദിവസത്തെ യാത്രയുണ്ട്. ചെന്നൈയിൽ നിന്ന് 1 ദിവസത്തെ യാത്ര നാട്ടിലോട്ട്. അങ്ങനെ ഇനിയും 3 ദിവസത്തെ യാത്ര ഉണ്ട്. അപ്പോൾ ഏകദേശം 10 ദിവസമാണ് നമുക്ക് ഈ ടോട്ടൽ യാത്രക്ക് വേണ്ടി വരുന്നത്. ഇത് വെസ്റ്റ് ബംഗാളിലെ സത്രകച്ചി റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് ഹൗറയിലേക്ക് പോകേണ്ടതുണ്ട്. ഹൗറയിൽ നിന്നാണ് നമുക്ക് ചെന്നൈയിലേക്ക് ട്രെയിൻ ഉള്ളത്. ഇതാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ വലിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്ന് തന്നെയാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് ചെന്നൈയിലേക്ക് ട്രെയിൻ ഉണ്ട്. ചെന്നൈയിൽ നിന്ന് വേണം നമുക്ക് നാട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ആസാം യാത്രയിലെ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.